ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ താങ്കൾക്ക് അഭിനയിപ്പിക്കാൻ പറ്റി. മുരളി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അതുപോലെ കൊച്ചിൻ ഇങ്ങനെ അല്ലേ, ഒരുപാട് ആൾക്കാർ. അത് ജീവിതത്തിൽ ഒരു ഭാഗ്യമായിട്ടല്ലേ കാണേണ്ടത്? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു നമ്മൾ 70 ജനിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഒരുപാട് അത്ഭുതങ്ങൾ എന്നും ഓരോ അത്ഭുതങ്ങൾ റേഡിയോയിൽ തുടങ്ങി, TV കണ്ടു, കമ്പ്യൂട്ടറായി എന്ന് പറഞ്ഞ പോലെ നടീനടന്മാരുടെ ഏറ്റവും ഒരു നല്ല കാലത്ത് മുതൽ സത്യൻ സാർ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ അത് കാണാൻ വലിയൊരു ഭാഗ്യം ചെയ്തവരാണ്. കാരണം ചങ്കരാടി ചേട്ടൻ, കൃഷി സാറ്, അതുപോലെ തന്നെ കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറ്, സത്യൻ മാഷ് സാർ പോലെ നമ്മുടെ ഈ പുതിയ ഒടുവിലുണ്ണി കൃഷ്ണൻ ചേട്ടൻ, മുരളിച്ചേട്ടൻ, ജഗത് ചേട്ടൻ, നരേന്ദ്രപ്രസാദ് സാറ്, NF വർഗീസ് ചേട്ടൻ, രായം പി ദേവ്, അങ്ങനെ എത്രയോ പേരെ. അപ്പൊ ഇവരിൽ പല ആൾക്കാരെ അഭിനയിപ്പിക്കാൻ പറ്റി അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു കാര്യം, മുരളിച്ചേട്ടൻ CD മൂസിൽ മുഖ്യമന്ത്രിയായിട്ട് അവരെ. അപ്പൊ മുരളിച്ചേട്ടൻ ഈ സെറ്റിൽ ആദ്യം വരിക. അപ്പൊ ഞാനിങ്ങനെ ഡയറക്ടറായിട്ട് ഷൂട്ടിംഗ് ആണെങ്കിൽ ഒരു 10-22 ദിവസം കഴിഞ്ഞപ്പോഴാണ് മുരളിച്ചേട്ടൻ വരുന്നത്. സെറ്റിൽ വന്ന ഉടനെ പുള്ളി എൻ്റെ തോളത്ത് പിടിച്ചിട്ട് എല്ലാവരും കേൾക്കെ, പണ്ട് 1000 നാവളാൻ തന്നെ ഒരു പടം ഞാൻ പുള്ളിയോടെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, തുളസിദാസ് സാറിൻ്റെ പടത്തിന്. അപ്പോൾ പുള്ളി അന്ന് പറഞ്ഞ ഡയലോഗ്, അന്ന് ഞാൻ പറഞ്ഞത് ബലിച്ചില്ലേ, ഞാൻ ചെന്ന് പറ്റി ചേട്ടാ നീ ഡയറക്ടറാവുന്ന അന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പം നമുക്കുണ്ടാകുന്നൊരു സന്തോഷം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ, അന്ന് ഏഷ്യാനെറ്റ് ആരാണ്ട് വന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത്, എങ്ങനെ പോകുന്നു മോസ്റ്റ്, നിങ്ങൾ ആദ്യത്തെ സിനിമയാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു? അപ്പം ഞാൻ പറഞ്ഞു, ഒരുപാട് പ്രതിഭാശാലികളായ താരങ്ങൾ തരുന്ന ആത്മബലവും നല്ല ടെക്നീഷ്യൻസ്, സാലുവേട്ടനെ പോലെ, രഞ്ജന ബ്രാവിനെ പോലെ നല്ല ടെക്നീഷ്യൻസ് തരുന്ന പിൻബലവും എന്നെക്കൊണ്ട് എൻ്റെ ജോലി എളുപ്പമാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ട് മുരളിച്ചേട്ടൻ അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അവരങ്ങോട്ട് മാറിയപ്പോൾ, ജോണി നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇത് കേട്ടിട്ടാണോ? ഇത് ചേട്ടൻ ഒരു പടത്തിൽ പറഞ്ഞ ഡയലോഗാ. ആണോ? ഏത് പടത്തിൽ? ഞാൻ പറഞ്ഞു, കിരീടത്തിൽ സേതുമാധവൻ സാറിനോട് പോലീസ് ഓഫീസറായ മുരളിച്ചേട്ടൻ പറഞ്ഞ ഡയലോഗുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ യൂണിഫോം കിട്ടിക്കഴിയുമ്പോൾ കാക്കിയുടെ ആത്മബലവും വലിയൊരു ഫോഴ്സിന്റെ പിൻബലം കൂടെ ആകുമ്പോൾ ഇതൊക്കെ അങ്ങ് അത് ജീവിച്ച് പൊക്കോളും എന്ന് പറയുന്നൊരു ഡയലോഗാണ് ഞാൻ ഇങ്ങനെ ആക്കി പറഞ്ഞത്. എന്നിട്ട് ഞാനിങ്ങനെ ശരിയാ, യെസ്. പിന്നെ ഞാൻ പുള്ളിയുടെ 1-2 പടത്തിൽ ഡയലോഗ് പറഞ്ഞു. അതായത് നമ്മുടെ ദശരഥത്തിൽ പുള്ളിയുടെ ഡയലോഗ് ഉണ്ട്. പുള്ളി ഭാര്യയുടെ ഗർഭപാത്രം മറ്റൊരാൾക്ക് ഇത് ചെയ്തിട്ട്, അപ്പം ആദ്യമൊന്നും ഈ കുട്ടി വേണ്ട എന്നൊക്കെ, ഭാര്യ എനിക്കിത് എങ്ങനെ കളഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നീട് ചെല്ലുമ്പോൾ ഇവർക്ക് ഈ കുട്ടിയോട് ഇഷ്ടം കൂടിയും ഭർത്താവ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ലൈനിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ ഡയലോഗ് ഉണ്ട്. അന്ന് ഞാനിവിടെ വന്നപ്പോൾ 10 മാസം മാത്രം പ്രായമുള്ള ട്യൂമറിനെ കുറിച്ച് നീ പറഞ്ഞു, പക്ഷേ അതൊരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത ക്യാൻസറൈറ്റിസ് ട്യൂമറായി മാറരുത്. ഓക്കെ, അത് കിട്ടിയ ഒരു ചേട്ടാ, അതുപോലെ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ്. ഈ മോഡലേഷനിലൊക്കെ പറയുന്ന ചേട്ടൻ്റെ ഒരു ഡയലോഗ് ഇഷ്ടപ്പെട്ടതാണ്. ദശരഥത്തിൽ തന്നെ ഒരു ഡയലോഗാണ്. ഓരോരുത്തർക്കും ഓരോന്നിനോടാണ് വീക്ക്നെസ്. അയാൾക്ക് കുട്ടികളോട്, എനിക്ക് കളിപ്പന്തുകളോട്, നിനക്കൊന്നിനും വേണ്ടാത്ത എന്നോട്. ഏതാ ഭാര്യയോട് പറഞ്ഞ, നിനക്കൊന്നിനും വേണ്ടാത്ത എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്ത് രസമായിട്ട് ചേട്ടാ ഇത് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു. ആ മനുഷ്യൻ്റെ വലിപ്പം ഞാൻ അറിയുന്നത്. പുള്ളി അതപ്പോൾ പറഞ്ഞത്, ജോണി ലോഹിതദാസിനെ പോലെ എഴുത്തുകാരൻ്റെ ഡയലോഗ് ഏത് മണ്ടൻ പറഞ്ഞാലും അങ്ങനെ പറയാൻ പറ്റൂ, അത്ര രസമാണെന്ന് പറഞ്ഞു. വേണമെങ്കിൽ പുള്ളിക്ക് പറയാം, പക്ഷെ റൈറ്റർക്ക് മഹത്വം കൊടുക്കുന്ന ആ മനുഷ്യനെ വളരെ ഒരു വികാരമായിരുന്നു.